ബൈബിൾ പഠനം 2. പുറപ്പാട് പുസ്തകം. ബൈബിളിലെ രണ്ടാമത്തെ പുസ്തകമാണ് പുറപ്പാടിൻ്റെ പുസ്തകം. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനം മോചനം നേടി വാഗ്ദത്ത ഭൂമിയിലേക്ക് യാത്ര തിരിച്ച സംഭവം ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മോശ എഴുതിയെന്നാണ് കരുതപ്പെടുന്നത്. യാക്കോബിൻ്റെ മക്കൾ ഈജിപ്തിൽ വരികയും ജോസഫിൻ്റെ മരണശേഷം അടിമകളാവുകയും ചെയ്തു. 400 വർഷം അവർ അടിമകളായി ജീവിച്ചു. 12 ഗോത്രങ്ങൾ അടിമകളായി ജീവിക്കുമ്പോൾ മോശയെ ദൈവം തിരഞ്ഞെടുക്കുന്നു. മോശയുടെ സഹോദരനായ അഹ്റോനും നേതൃത്വം നൽകി. അവർ അടിമത്തത്തിൽ നിന്ന് മോചിതരായി 40 വർഷം യാത്ര ചെയ്ത് ചെങ്കടൽ കടന്ന് കാനാൻ ദേശത്ത് എത്തിച്ചേരുന്നു. ഇസ്രായേൽ ഒരു രാജ്യമായി രൂപപ്പെട്ടത് പുറപ്പാട് സംഭവത്തോടെയാണ്. അഹ്റോൻ്റെ പിന്മുറക്കാരായ ഇസ്രായേൽ ജനം സിനായ് ഉടമ്പടിയിലൂടെ ദൈവഭരണത്തിൻ്റെ മേൽക്കോയ്മയ്ക്ക് വിധേയപ്പെടുന്ന ഒരു ജനസമൂഹമായി മാറി. മതപരവും സാമൂഹികവും രാഷ്ട്രീയവുമായ ജീവിതക്രമങ്ങളെല്ലാം അവർ ദൈവേച്ഛയ്ക്കനുസൃതം നിജപ്പെടുത്തി. ഇതിൻ്റെ ചരിത്രം പുറപ്പാട് ഗ്രന്ഥത്തിൽ വിശദമാക്കിയിട്ടുണ്ട്. പുറപ്പാട് എന്ന പദം ദ്യോതിപ്പിക്കുന്നത് ഇസ്രായേലിൻ്റെ വാഗ്ദത്ത ഭൂമി ലക്ഷ്യമാക്കിയുള്ള പ്രയാണത്തെയാണ്. രചയിതാവിൻ്റെ കാര്യങ്ങൾ നോക്കാം. പുറപ്പാടിൻ്റെ രചനാകർത്തൃത്വം പരമ്പരാഗതമായി മോശയാണ് എന്നാണ് പറയപ്പെടുന്നത്. അതിന് ഗ്രന്ഥത്തിൽ തന്നെ തെളിവുകളുണ്ട്. ഒന്നാമത്തെ തെളിവ്, താൻ ചെയ്തത് എഴുതി വയ്ക്കുവാൻ യാഹ്വേ മോശയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 17 അധ്യായത്തിൽ 14 വാക്യവും 34 അധ്യായത്തിൽ 27 വാക്യവും അത് സൂചിപ്പിക്കുന്നുണ്ട്. മോശ അത് എഴുതിയതായിട്ട് പുറപ്പാടിൻ്റെ പുസ്തകം 24 അധ്യായം 4 വാക്യത്തിൽ സൂചനയുണ്ട്. ജനങ്ങളെ വായിച്ചു കേൾപ്പിച്ചതായിട്ടുള്ള സൂചന അവിടെയുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 24 അധ്യായം 7 വാക്യത്തിലും പറയുന്നുണ്ട്. രണ്ടാമതായിട്ട്, പുറപ്പാട് ഗ്രന്ഥത്തിലെ വിവിധ ഭാഗങ്ങളെ മോശയുടെ നിയമം എന്ന പേരിൽ പഴയ നിയമ ഗ്രന്ഥകർത്താക്കൾ ഉദ്ധരിച്ചിട്ടുണ്ട്. രാജാക്കന്മാരുടെ 1 പുസ്തകം 2 അധ്യായം 3 വാക്യത്തിലും 2 ദിനവൃത്താന്തം 34 അധ്യായം 14 വാക്യത്തിലും നെഹമിയയുടെ പുസ്തകം 8 അധ്യായം 1 വാക്യത്തിലും നെഹമിയയുടെ പുസ്തകം 13 അധ്യായം 1 വാക്യത്തിലും ഒക്കെ ഇപ്രകാരം മോശയുടെ നിയമം എന്ന വിധത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിൽ ഈശോ മോശയെ ഗ്രന്ഥകാരനെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 7 അധ്യായം 10 വാക്യത്തിൽ, മർക്കോസിൻ്റെ സുവിശേഷം 12 അധ്യായം 26 വാക്യത്തിൽ, യോഹന്നാൻ്റെ സുവിശേഷം 1 അധ്യായം 25 വാക്യം, യോഹന്നാൻ്റെ സുവിശേഷം 7 അധ്യായം 19 വാക്യം, ഇതിലൊക്കെ ഈ മോശയാണ് പുറപ്പാട് ഗ്രന്ഥത്തിൻ്റെ എഴുത്തുകാരൻ എന്ന് സൂചനകളുണ്ട്. ഈ തെളിവുകളുടെയൊക്കെ പിൻബലമുണ്ടെങ്കിലും ആധുനിക ബൈബിൾ പണ്ഡിതന്മാരും ശാസ്ത്രജ്ഞന്മാരും മോശയെ പുറപ്പാട് ഗ്രന്ഥത്തിൻ്റെ പൂർണ്ണ രചയിതാവായിട്ട് പരിഗണിക്കുന്നില്ല. വാമൊഴി പാരമ്പര്യമായി തുടർന്നു പോകുന്ന കഥകൾ പിൽക്കാലത്തിൽ രചനാരൂപം പ്രാപിച്ചതാകാം എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. അതിൻ്റെ അർത്ഥം ഇതാണ്: പുറപ്പാട് സംഭവങ്ങളുടെ ഒരു ദൃക്സാക്ഷിയാണ് ഈ കർത്താവിൻ എന്നൊരു അഭിപ്രായവുമുണ്ട്. ദേശങ്ങളെക്കുറിച്ചുള്ള ഭൂമിശാസ്ത്ര വിവരണം പുറപ്പാടിൻ്റെ പുസ്തകം 15 അധ്യായം 27 വാക്യത്തിൽ കൊടുത്തിട്ടുള്ളത് അതിനൊരു സൂചനയാണ്. ഈജിപ്ഷ്യൻ കോടതിയെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചുള്ള അറിവും കൊടുക്കുന്നുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 25 അധ്യായം 10 വാക്യം. അതൊക്കെ അതിനൊരു ഘടകമായിട്ട് ശാസ്ത്രജ്ഞന്മാർ വിലയിരുത്തുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മോശയുടെ കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. കുറേയൊക്കെ മോശ എഴുതിയിട്ടുണ്ടാകാം, എന്നാലും പരിപൂർണമായി പുറപ്പാടിൻ്റെ പുസ്തകം മോശയെ പരിപൂർണമായി എഴുതി എന്ന് നമുക്ക് കരുതാൻ പറ്റില്ല എന്ന് സാരം. എഴുതിയ കാലഘട്ടത്തെ നോക്കാം. പണ്ഡിതന്മാരുടെ അഭിപ്രായമനുസരിച്ച് അടിമത്ത കാലത്തെ ഫറവോ തുത്മോസ് മൂന്നാമനും, അതായത് BC 1504 തുടങ്ങി 1450 വരെ ഉള്ള കാലഘട്ടമാണ് അദ്ദേഹത്തിൻ്റേത്. അതുപോലെ തന്നെ പുറപ്പാട് കാലത്തെ ഫറവോ അമെൻഹോത്തെപ്പ് രണ്ടാമൻ്റെ കാലം, അതായത് BC 450 തുടങ്ങി 1424 വരെയുള്ള കാലഘട്ടം. അപ്പോൾ ആണ് പുറപ്പാട് സംഭവം നടന്നത്. 1440 എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. 1 രാജാക്കന്മാരുടെ പുസ്തകം 6 അധ്യായം 1 വാക്യത്തിൽ അതിനൊരു സൂചനയും കിട്ടുന്നുണ്ട്. പുറപ്പാട് ഗ്രന്ഥം ഈ കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ടതായിരിക്കാൻ സാധ്യത വിരളമാണ്. പുറപ്പാട് സംഭവം നടന്നത് 1440 പക്ഷേ ആ ഗ്രന്ഥം എഴുതപ്പെട്ടത് പിന്നീടായിരിക്കണം എന്നുള്ളതാണ്. മോശയ്ക്ക് ശേഷം സംഭവിച്ച കാര്യങ്ങൾ പോലും ഈ ഗ്രന്ഥത്തിലുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പുറപ്പാടിൻ്റെ പുസ്തകം 6 അധ്യായം 26 വാക്യത്തിൽ അതിന് സൂചനയുണ്ട്.
വിശുദ്ധ ഗ്രന്ഥത്തിൽ കാലഘട്ടത്തിനനുസരിച്ച് തിരുത്തലുകളും ക്രോഡീകരണവും നടത്തിയിരുന്ന നിയമജ്ഞർ ഈ ഗ്രന്ഥത്തിലും അത് ആവർത്തിച്ചിരിക്കാം എന്നാണ് മറ്റൊരു നിഗമനം. ചിലയിടങ്ങളിൽ കാണുന്ന വിശദീകരണങ്ങളും മറ്റും ഈ വസ്തുതയെ ഉറപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പുറപ്പാടിൻ്റെ പുസ്തകം 16-ാമത്തെ അധ്യായം 33 തുടങ്ങി 36 വരെയുള്ള വാക്യങ്ങളിൽ അത് കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ വളരെ നാളുകളിലൂടെയുള്ള അനുക്രമമായ വളർച്ചയുടെ പരിണിത ഫലമായിട്ടാണ് പുറപ്പാട് പുസ്തകം ഉണ്ടായത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ദൈവശാസ്ത്ര വീക്ഷണങ്ങളെ നോക്കാം. ദൈവം അബ്രാഹത്തിന് നൽകിയ വാഗ്ദാനം, അതായത് ഉൽപ്പത്തി പുസ്തകത്തിൽ 15-ാമത്തെ അധ്യായം 12 തുടങ്ങി 16 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കാണുക. അത് പുറപ്പാട് സംഭവത്തിലൂടെ യാഥാർത്ഥ്യമാകുന്നതാണ് ഈ ഗ്രന്ഥത്തിൻ്റെ കാതലായ സന്ദേശം. പെസഹ തിരുനാളിൻ്റെ ആരംഭവും ഇസ്രായേൽ രാജ്യത്തിൻ്റെ ഉത്ഭവവും സീനായി ഉടമ്പടിയുടെ സ്ഥാപനവും ഈ പുറപ്പാട് ഗ്രന്ഥത്തിൻ്റെ മുഖ്യ പ്രതിപാദ്യ വിഷയങ്ങളാണ്. അപരിമേയനും കാലാതീതനും അതിശക്തനുമായ ദൈവം അടിച്ചമർത്തപ്പെട്ട ഒരു ജനത്തിൻ്റെ വിമോചനത്തിനായി ചരിത്രത്തിൽ രക്ഷാകരമായ ഇടപെടൽ നടത്തുന്ന ഹൃദ്യമായ ചിത്രം ഈ ഗ്രന്ഥത്തിൽ ഇതൾ വിടർത്തുന്നുണ്ട്. പുറപ്പാടിലെ ദൈവം വിശ്വസ്തനും വാഗ്ദാനങ്ങൾ പാലിക്കുന്നവനുമാണ്. ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായം 13 തുടങ്ങി 16 വരെയുള്ള വാക്യങ്ങൾ. രക്ഷ ഇവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുന്നത് വിദേശീയരുടെ ശക്തിയുടെയും അധീശത്വത്തിൻ്റെയും നുകത്തിൽ നിന്നും മോചനം നേടി സ്വാതന്ത്ര്യത്തിൻ്റെ മധുരാനുഭവത്തിലേക്ക് പ്രവേശിക്കുന്ന ഒന്നായിട്ടാണ്. അത് 2-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യത്തിലും 3-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിലും 3-ാമത്തെ അധ്യായം 10 തുടങ്ങി 12 വരെയുള്ള വാക്യങ്ങളിലും 6-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിലും 14-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യത്തിലും 15-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിലുമൊക്കെ അത് വ്യക്തമാണ്. ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ദൈവമാണ് രക്ഷയുടെ കർത്താവ്. 3-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. 2, ഇസ്രായേൽ ജനം രക്ഷിക്കപ്പെട്ടത് അവരുടെ മേന്മ കൊണ്ടല്ല, ദൈവം അവരുടെ പിതാമഹന്മാരുമായി ചെയ്ത ഉടമ്പടിയോട് വിശ്വസ്ത പുലർത്തിയതുകൊണ്ടാണ്. 2-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യവും 6-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യവും. 3, രക്ഷയുടെ ചാലക ശക്തികളായി വർത്തിച്ചത് ദൈവത്തിൻ്റെ സ്നേഹവും കൃപയുമാണ്. 15-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം, 20-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം, 34-ാമത്തെ അധ്യായം 6ഉം 7ഉം വാക്യങ്ങൾ. 4ാമത് നമ്മൾ മനസ്സിലാക്കിയ ഇതിൻ്റെ അകത്ത് പ്രധാന വിഷയം ദൈവശാസ്ത്രം അത്ഭുതങ്ങളിലൂടെയും സ്വാഭാവിക കാര്യങ്ങളുടെ അതിസ്വാഭാവിക ഉപയോഗത്തിലൂടെയും ദൈവം രക്ഷ സാധ്യമാക്കുന്നുണ്ട്. അത്ഭുതങ്ങളിലൂടെ എന്ന് പറയുമ്പോൾ 4-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തിലും, സ്വാഭാവിക കാര്യങ്ങളുടെ അതിസ്വാഭാവിക ഉപയോഗം എന്ന് പറയുന്നത് 6-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിലും 7-ാമത്തെ അധ്യായം 3-4 വാക്യങ്ങളിലും ഒക്കെ കാണുന്നുണ്ട്. 5-ാമതായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പുറപ്പാട് സംഭവത്തിലെ വില്ലൻ ഫറവോയാണ്. ദൈവനിയോഗങ്ങളോട് മറുതലിക്കുന്ന മനുഷ്യപ്രകൃതിയുടെ പ്രതീകമാണ് അദ്ദേഹം. 4-ാമത്തെ അധ്യായം 21 തുടങ്ങി 23 വരെയുള്ള വാക്യങ്ങൾ. 6-ാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രക്ഷയുടെ ശങ്കുലിയായി പെസഹ തിരുനാളിനെ അവതരിപ്പിക്കുന്നുണ്ട്. 12-ാമത്തെ അധ്യായം 23 തുടങ്ങി 27 വരെയുള്ള വാക്യങ്ങൾ, 15-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. 7-ാമതായിട്ട് രക്ഷയുടെ സ്വീകർത്താക്കൾ ഇസ്രായേൽ ജനമാണ്, ദൈവം അവരെ സ്വതന്ത്ര ജനമായി സ്വീകരിച്ചു എന്നുള്ളതാണ്. 6-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ അത് കാണുന്നുണ്ട്. 8-ാമതായിട്ട് രക്ഷയുടെ ഉപാധി അനുസരണവും വിധേയത്വവുമാണ്. 10 കൽപ്പനകളുടെ പ്രസക്തി ഇതോട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. 20-ാമത്തെ അധ്യായം 1 തുടങ്ങി 17 വരെയുള്ള വാക്യങ്ങൾ. അതായത് ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ദൈവശാസ്ത്ര കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ ഉള്ളടക്കം എന്ന് പറയുന്നത് 1, ദൈവമാണ് രക്ഷയുടെ കർത്താവ്. 2, ഇസ്രായേൽ രക്ഷിക്കപ്പെട്ടത് അവരുടെ മേന്മ കൊണ്ടല്ല, ദൈവം അവരുടെ പിതാമഹന്മാരുമായി ചെയ്ത ഉടമ്പടിയോട് വിശ്വസ്ത പുലർത്തിക്കൊണ്ടാണ്. 3, രക്ഷയുടെ ചാലക ശക്തികളായി പ്രവർത്തിച്ചത് ദൈവത്തിൻ്റെ സ്നേഹവും കൃപയുമാണ്. 4, അത്ഭുതങ്ങളിലൂടെയും സ്വാഭാവിക കാര്യങ്ങളുടെ അതിസ്വാഭാവിക ഉപയോഗത്തിലൂടെയും ദൈവം രക്ഷ സാധ്യമാക്കുന്നുണ്ട്. 5, പുറപ്പാട് സംഭവത്തിലെ വില്ലൻ ഫറവോയാണ്. ദൈവനിയോഗങ്ങളോട് മറുതലിക്കുന്ന മനുഷ്യപ്രകൃതിയുടെ പ്രതീകമാണ് ഫറവോ. 6, രക്ഷയുടെ ശങ്കുലിയായി പെസഹ തിരുനാളിനെ അവതരിപ്പിക്കുന്നു. 7, രക്ഷയുടെ സ്വീകർത്താക്കൾ ഇസ്രായേൽ ജനമാണ്, ദൈവം അവരെ സ്വന്തം ജനമായി സ്വീകരിച്ചു. 8, രക്ഷയുടെ ഉപാധി അനുസരണവും വിധേയത്വവുമാണ്. 10 കൽപ്പനകളുടെ പ്രസക്തി ഇതോട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ പുറപ്പാട് പുസ്തകത്തിലെ ഉള്ളടക്കം എന്താണെന്ന് നോക്കാം. 1, മണ്ണിലിറങ്ങുന്ന ദൈവത്തെയാണ് അവതരിപ്പിക്കുന്നത്. പുറപ്പാട് പുസ്തകത്തെ 4 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഒന്നാമതായിട്ട് മണ്ണിലിറങ്ങുന്ന ദൈവം. 2, രക്ഷ അഥവാ മോചനം നൽകുന്ന ദൈവം. 3,
വിധേയത്വം ആവശ്യപ്പെടുന്ന ദൈവം, 4 കൂടെ വസിക്കുന്ന ദൈവം. ഈ 4 ഭാഗങ്ങളായിട്ട് ഈ പുറപ്പാടിൻ്റെ ഗ്രന്ഥത്തെ നമുക്ക് തിരിക്കാനായിട്ട് പറ്റും. ഒന്നാമതായിട്ട് മണ്ണിലിറങ്ങുന്ന ദൈവമാണ്. അത് 1 തുടങ്ങി 6 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ വിവരിക്കുന്ന അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ്. ക്ഷാമകാലത്ത് ആഹാരം തേടി ഈജിപ്തിലെത്തിയ പൂർവ്വപിതാക്കന്മാർ കാലത്തിൻ്റെ ഒരു ദശാസന്ധിയിൽ അടിമത്തത്തിലേക്ക് വലിച്ചെഴിയപ്പെട്ടു. മോചനത്തിനായി ജനം ദൈവത്തോട് കേണപേക്ഷിച്ചു. അവരെ രക്ഷിക്കാനായിട്ട് അവിടുന്ന് ഇറങ്ങി വന്നു. 3-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. അപ്പോൾ മണ്ണിലേക്ക് ഇറങ്ങുന്ന, മനുഷ്യനെ തേടിയിറങ്ങുന്ന ഒരു ദൈവത്തെയാണ് ആദ്യം അവതരിപ്പിക്കുന്നത്. 2-ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ 7 തുടങ്ങി 19 വരെയുള്ള അധ്യായങ്ങളിൽ മോചനം അഥവാ രക്ഷ നൽകുന്ന ദൈവത്തെയാണ് നമ്മൾ കാണുക. അതിൻ്റെ അകത്ത് 7 തുടങ്ങി 12 വരെയുള്ള അധ്യായങ്ങളിൽ ഈജിപ്തുകാരുടെ മേൽ വന്നു ഭവിച്ച 10 വ്യാധികളെക്കുറിച്ചുള്ള വിവരണങ്ങളുണ്ട്. ആദ്യത്തെ 3 ഇസ്രായേല്യരും ഈജിപ്തുകാരും ഒരുപോലെ സഹിക്കുന്നുണ്ട്. ബാക്കിയുള്ളത് ഈജിപ്തുകാർക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു. എല്ലാ കുടുംബത്തിലെയും കടിഞ്ഞൂൽപുത്രന്മാർ വധിക്കപ്പെട്ടതോടെ ഫറവോയുടെ മനസ്സിളകി. ഇസ്രായേൽക്കാരെ സ്വതന്ത്രരാക്കാൻ തീരുമാനമായി. പെസഹ ഭക്ഷണത്തിന് ശേഷം അവർ യാത്ര തിരിച്ചു. ദൈവം ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ വഴികാട്ടിയായി നീങ്ങി. അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ ഫറവോ വീണ്ടും ശ്രമിച്ചെങ്കിലും അവസാന വിജയം ദൈവത്തിൻ്റേതായിരുന്നു. യാഹ്വേയിലുള്ള വിശ്വാസം ആവർത്തിച്ചുകൊണ്ട് മോശയും ഇസ്രായേൽ ജനവും വിജയഗീതം ആലപിച്ചു. 14-ാമത്തെ അധ്യായം 31 തുടങ്ങി 15-ാമത്തെ അധ്യായം 21 വരെ. പക്ഷേ നന്ദി പ്രകടനം അധികം വൈകാതെ പിറുപിറുപ്പിലേക്ക് വഴിമാറി. വെള്ളവും അപ്പവും ഇറച്ചിയും ആവശ്യത്തിന് ലഭിക്കാതായപ്പോൾ അവർ ദൈവത്തെ പഴിച്ചു. 15-ാമത്തെ അധ്യായം 22 തുടങ്ങി 26 വരെ ഉള്ള വാക്യങ്ങളിൽ വെള്ളം കിട്ടാത്തതിൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പവും ഇറച്ചിയും കിട്ടാത്തതിൻ്റെ പേരിൽ ഉള്ള പഴി 16-ാമത്തെ അധ്യായം 1 തുടങ്ങി 15 വരെ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം അവർക്ക് ആവശ്യമായതെല്ലാം നൽകി. 3-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് വിധേയത്വം ആവശ്യപ്പെടുന്ന ദൈവമാണ്. അത് ചില മാർഗനിർദ്ദേശങ്ങളാണ്. അത് 20-ാമത്തെ അധ്യായം തുടങ്ങി 24-ാമത്തെ അധ്യായം വരെയുള്ള വചനം അതാണ് അവതരിപ്പിക്കുക. അടിമത്തത്തിൽ നിന്ന് ദൈവം വിലയ്ക്ക് വാങ്ങിയ ജനത്തോട് വിധേയത്വം ആവശ്യപ്പെടാൻ അവിടുത്തേക്ക് അവകാശമുണ്ട്. അവരുടെ നന്ദിയും അനുസരണവും പ്രകാശിതമാക്കാനുള്ള വഴികളായിരുന്നു ദൈവം നൽകിയ 10 കൽപ്പനകൾ. 20-ാമത്തെ അധ്യായം 2-3 വാക്യങ്ങൾ. സീനായ് മലയിൽ വെച്ച് വെളിപ്പെടുത്തപ്പെട്ട നിയമസംഹിതയ്ക്ക് 3 ഭാഗങ്ങളുണ്ട്. 10 കൽപ്പനകൾ, അത് അധ്യായം 20. 2 വിധിയുടെ കൽപ്പനകൾ 21 തുടങ്ങി 23 വരെയുള്ള അധ്യായങ്ങൾ. 3 മതാത്മക ജീവിതത്തെ നിയന്ത്രിക്കുന്ന പ്രബോധനങ്ങൾ, അത് 24 തുടങ്ങി 31 വരെയുള്ള അധ്യായങ്ങൾ. അപ്പോൾ അത് ഇപ്പോൾ പറഞ്ഞത് ഈ സീനായ് മലയിൽ വെച്ച് വെളിപ്പെടുത്തപ്പെട്ട നിയമസംഹിതയുടെ 3 ഭാഗങ്ങളാണ്. 10 കൽപ്പനകൾ, വിധിയുടെ കൽപ്പനകൾ, മതാത്മക ജീവിതത്തെ നിയന്ത്രിക്കുന്ന പ്രബോധനങ്ങൾ. ഇനി ഈ പുറപ്പാടിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 4-ാം ഭാഗമായിട്ട് നമ്മൾ കാണുന്നത് കൂടെ വസിക്കുന്ന ദൈവമായിട്ടാണ്. അതായത് കൂട്ടായ്മയിലുള്ള ദൈവം. അത് അധ്യായം 25 തുടങ്ങി 40 വരെയുള്ള അധ്യായങ്ങളാണ്. ദൈവം മോശ വഴി ഇസ്രായേൽ ജനത്തോട് അരുളി ചെയ്തു, നിങ്ങൾ എൻ്റെ ജനമായിരിക്കും, ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും. 6-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം. ഒരു വിശുദ്ധാലയം നിർമ്മിക്കുക, ഞാൻ അവരുടെ മധ്യ വസിക്കും. 25-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. മോചനം നൽകാൻ ദൈവം ഇറങ്ങി വരികയും ദൈവകൽപ്പനകൾ പാലിക്കാൻ ജനം തയ്യാറാവുകയും ചെയ്തപ്പോൾ ജനമധ്യത്തിൽ വാസമുറപ്പിക്കുവാൻ ദൈവത്തിന് സാധിച്ചു. സമാഗമ കൂടാരം നിർമ്മിക്കുവാൻ കൽപ്പന കൊടുക്കുകയും അഹ്റോനെയും പുത്രന്മാരെയും അതിനായി നിയോഗിക്കുകയും ചെയ്തു. മോശ സീനായ് മലയിൽ 40 നാളുകൾ കഴിച്ചുകൂട്ടിയപ്പോൾ ജനം അക്ഷമരായി. സ്വർണ്ണവിഗ്രഹം നിർമ്മിച്ച് അവർ ആരാധന തുടങ്ങി. 32-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം. ദൈവം കോപാക്രാന്തനായെങ്കിലും മോശയുടെ മധ്യസ്ഥതയിലൂടെ ശിക്ഷയിൽ നിന്ന് മാറി ഇസ്രായേൽക്കാരോട് ക്ഷമിച്ചു. 34-ാമത്തെ അധ്യായം 8 തുടങ്ങി 10 വരെയുള്ള വാക്യങ്ങൾ. ദൈവം വീണ്ടും അവർക്ക് ഉടമ്പടി ഫലകം നൽകി. 34-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. അധികം വൈകാതെ അവർ ദൈവത്തിന് വിശുദ്ധാലയം പണിതു, പുരോഹിതരെ അഭിഷേചിച്ചു, ദീപങ്ങൾ തെളിച്ചു, ആദ്യ ദഹനബലി ദൈവത്തിന് അർപ്പിച്ചു. ദൈവമഹത്വം ഒരു മേഘത്തിൻ്റെ രൂപത്തിൽ കൂടാരത്തിന് മുകളിൽ നിന്നു. ദൈവം ജനത്തോടൊത്ത് വസിച്ചു. അങ്ങനെ രക്ഷ സഫലമായി. പുറപ്പാട് ഗ്രന്ഥം പൂർത്തിയിലെത്തി.
അപ്പോൾ അങ്ങനെ പുറപ്പാട് ഗ്രന്ഥം നമ്മൾ വിലയിരുത്തുമ്പോൾ ഈ പുറപ്പാട് അനുഭവത്തിൻ്റെ ഒരു കാര്യം കൂടി നമ്മൾ പുതിയ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് വായിച്ചു നോക്കേണ്ടത്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നൊരു കാര്യം പുറപ്പാടാണ് ക്രൈസ്തവ ജീവിതം എന്നുള്ളതാണ്. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിതരായ ഇസ്രായേൽ ജനത്തെ നമ്മൾ കാണുമ്പോൾ പുതിയ നിയമത്തിൽ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിതരായവരാണ് നമ്മൾ. പുറപ്പാട് സംഭവം മോശയുടെ നേതൃത്വത്തിൽ ആണ് എങ്കിൽ ഹെബ്രായ ലേഖനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് പുതിയ മോശയാണ് യേശു എന്ന്. ചെങ്കടൽ കടന്നാണ് അവർ പോന്നത്. അത് മാമോദീസയുടെ അനുസ്മരണമാണ്. പൗലോസ്ലീഹ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. മരുഭൂമിയിലൂടെ ഉള്ള യാത്ര അത് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ തീർത്ഥാടനമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഇസ്രായേൽ ജനത്തെ പകൽ സംഭവവും രാത്രി അഗ്നി തൂണും സഹായിക്കുന്നുണ്ട്. ഇത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ സഭയുടെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവാണ് ഈ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നി തൂണുമായിട്ട് നമ്മളെ സഹായിക്കുന്നത്. പാറ പിളർന്ന് വെള്ളം വരുന്നുണ്ട് ഈ പുറപ്പാട് സംഭവത്തിൽ. യോഹന്നാൻ്റെ സുവിശേഷം 7-ാമത്തെ അധ്യായപ്രകാരം അത് പരിശുദ്ധാത്മാവാണ്. ഭക്ഷണം, അതായത് മന്ന ഈ പുറപ്പാട് സംഭവത്തിൽ ജനത്തിന് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ സഭയുടെ കാഴ്ചപ്പാടിൽ അത് വിശുദ്ധ കുർബാനയാണ്. പരിശുദ്ധ കുർബാനയാണ് നമുക്കുള്ള ഇന്നത്തെ മന്ന. കാനാൻ ദേശത്തെ ലക്ഷ്യമാക്കിയാണ് ഇസ്രായേൽ ജനം പുറപ്പാടിലൂടെ പോകുന്നതെങ്കിൽ വിശ്വാസികളായ നമ്മൾ സ്വർഗമാകുന്ന കാനാൻ ദേശത്തെ ലക്ഷ്യം വെച്ചുള്ള പുറപ്പാട് ജീവിതമാണ് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിലൂടെ നമ്മൾ ഈ ക്രൈസ്തവ ജീവിതത്തിന് തരുന്ന കാതലായ സന്ദേശം.